സഞ്ജയ് എങ്ങനെ പാടി സഞ്ജയ്? കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചാൽ ഡൗട്ടും ക്ലിയർ ചെയ്തേക്കാം, കുഴപ്പമുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സോ സഞ്ജയുടെ ഡിസൈഡിംഗ് മാർക്സ് വിൽ ബി അമൃത മാം. ഓക്കെ, അമൃത മാം ആയിരിക്കും പറയുന്നത്. സോ യുവർ ഫസ്റ്റ് ഒപ്പീനിയൻസ്, അമൃത മാം. Hi Sanjay, ഹായ് മാം. I liked your performance, really very good. Especially you sang it very well and words വളരെ clear ഉണ്ടായിരുന്നു. So നല്ലായിട്ട് എനിക്ക് മനസ്സിലായി. I could understand the words very nicely. So that's a very good point, very plus point. First thing, then the pattern of the song, the composition is so beautiful. Pattern of the song is typical ghazal pattern, which is Begum Akhtar style. So before the antara they stop and then again they start the rhythm. So it was a beautiful performance and this composition is also very good. All the best. Thank you ma'am. ഇനി ഉണ്ണിയേട്ടനോട് ചോദിച്ചേക്കാം. ഉണ്ണിയേട്ടാ. ഹായ് സഞ്ജയ്. ഹായ് സർ. നന്നായിരുന്നു കേട്ടോ സഞ്ജയ്. എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, എവർഗ്രീൻ. എത്ര പ്രാവശ്യം കേട്ടാലും നമ്മൾക്ക് മതിയാവില്ല, അത്രയും മനോഹരമായ ഒരു കോമ്പോസിഷൻ. താങ്ക്സ് ഫോർ ചൂസിങ് ഇറ്റ് ആൻഡ് സിംഗിങ് ഇറ്റ് ഹിയർ സോ ബ്യൂട്ടിഫുള്ളി. പിന്നെ എനിക്ക് ചില സ്ഥലങ്ങളിൽ ഐ വോണ്ട് യു ടു കോൺസെൻട്രേറ്റ് ആൻഡ് യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. എസ്പെഷ്യലി ഒടുവിൽ നീ എത്തുമ്പോൾ അവിടെ ഒരു ലോവർ രജിസ്റ്ററിൽ ആ പ്രസൻസ് വിൽ കം ഓട്ടോമാറ്റിക്കലി. യു ആർ വെരി യങ്, യു വിൽ get it as, but just work on it. Because ആ സ്ഥലം വരുമ്പോൾ യു ആർ ലിറ്റിൽ കോൺഷ്യസ്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് വിട്ടിട്ട് എങ്ങനെയാ എത്തുമ്പോൾ കുറച്ചൊരു എത്തുമ്പോൾ യു ആർ ജസ്റ്റ് സ്റ്റോപ്പിംഗ് ഇറ്റ് ഓഫ് ആ സ്ഥലത്ത്. ബട്ട് യു വിൽ ഗെറ്റ് ഇറ്റ്. ഒബ്വിയസ്ലി യു ആർ വെരി യങ് നൗ. പിന്നെ എനിക്ക് ഇനിയൊരു സ്ഥലം ആരാമത്തിൽ, അതൊന്ന് പാടുക ആ സ്ഥലം. ആരാമത്തിൽ അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. ബെറ്റർ. പിന്നെ മമ സഖി നീ എന്നു അവിടെയും ഒരു കുറച്ചൊരു മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ എന്നു വന്നു മമ സഖി നീ എന്നു. നൈസ്. അത് കുറച്ചൊന്ന് അങ്ങോട്ട് സ്ലിപ്പായി പോയി പാടിയപ്പോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ഫീല് പാടിയത്. ഓവറോൾ യു ആർ റിയലി എൻജോയിങ് ഇറ്റ്. നല്ലോണം എൻജോയ് ചെയ്ത് പാടുന്നുണ്ട്. ആ വേർഡ്സിന്റെ ക്ലാരിറ്റി എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിരുന്നു. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഉണ്ണിയേട്ടാ. ഔട്ട് ഓഫ് 30 സഞ്ജയുടെ മാർക്സ് ഉണ്ണിയേട്ടാ, ഔട്ട് ഓഫ് 30? I'll give you 24. 24 out of 30. ജോൺസൺ മാസ്റ്റർ. സഞ്ജയനെ പോലെ അല്ലെങ്കിൽ അത്രയ്ക്കും സെൻസുള്ള ടേസ്റ്റുള്ള ഒരു ഗായകനെ വേണമെന്ന് വിചാരിച്ചാൽ പോലും ചീത്തയാക്കാൻ പറ്റാത്ത ഒരു കോമ്പോസിഷനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അത്യാവശ്യം ടേസ്റ്റ് ബേസിക് ഇതുള്ള ഒരാൾക്ക് ഇവനെന്നാ ശരിയായി കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പോലും ഇത് ചീത്തയാക്കാൻ പറ്റില്ല. അത്രയും ക്ലാസിക് ബാബുരാജ്, ഒരു വൺ ഓഫ് ദ ക്ലാസിക് കോമ്പോസിഷൻ ഓഫ് ബാബുക്ക, MS ബാബുരാജ്. നമുക്ക് 2 സ്കൂളുകളായിരുന്നു, 2 ബേസിക്. ബാക്കി എല്ലാവരും മോശമാക്കി പറയില്ല. വയലാർ ദേവരാജൻ ആൻഡ് P. ഭാസ്കരൻ, ബാബുരാജ്. വാട്ട് എ പോയട്രി. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അടുത്ത ലൈൻ എന്താണ്? ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ആ ഒരു കോൺസെപ്റ്റ് എനിക്കറിയില്ല. പക്ഷെ ദിസ് ഇസ് ഫോർ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ. ഞാൻ അന്ധകാലത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പൊ ഇതിനെ എനിക്ക് 2 സംഗതിയാണ് എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. ഒന്ന്, ഈ ഡബിളിങ് വായിക്കുന്ന ഒരു സിനിമാ പാട്ടിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ഈ പാട്ടിൽ മെലഡി ഒരു ഇതിൽ തന്നെ പോകുമ്പോൾ അതിന്റെ ഡബിൾ ഇരട്ടിപ്പ് വായിക്കാറുണ്ട്. ക്ലാസിക്കലിലൊക്കെ ഉണ്ട്.
പിന്നെ ഞാനത് പിന്നീട് ഒരു അറ്റംപ്റ്റ് ചെയ്ത് ഏതൊരു പാട്ട് ചെയ്തു ഞാനിത് ഇതിന്റെ കൊതി കൊണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് ദ സോങ് ആൻഡ് അബൌട്ട് ദ സിംഗിങ്. വളരെ നന്നായിരുന്നു. ദാസേട്ടന് ഒറിജിനലി റെക്കോർഡ് ചെയ്യുന്ന വളരെ ഹൈ പിച്ചിലാണ്. ഡീറ്റെയിൽസ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ഉണ്ണി പറഞ്ഞു. ഓവറോളായിട്ട് എനിക്ക് സജഷനിൽ അത് വന്ന് നിർത്തുന്നതൊക്കെ ഒത്തിരി അധികമാണ്. ലൈൻസ് വന്ന് നിർത്തുന്നു. അത് അതിലും കൂടുതൽ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും. ഇത്തിരി ഓക്കോർഡായിട്ട് തോന്നി. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ, അവിടെ വിടാം. ഇന്ന് മുമ്പ് ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ അത്രയും വേണ്ട. അത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് പാടിക്കുന്നത്. ഏതെങ്കിലും ഒരു ലൈൻ വ്യത്യാസം തരാം. മലർ അത് ചെയ്യല ഒരു മുറി അത് പാടും. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. അത്രയും മതി. അത് അതിലും നീണ്ടു പോയത് എല്ലാ ലാൻഡിങ്ങും അതിന് ഇത്രയും ഭംഗി. ആരാമത്തിൽ അത്രയ്ക്ക് ലെങ്ത്തും ആവശ്യമുള്ളൂ എല്ലായിടത്തും. അതർവൈസ് ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് അന്നത്തെ ഹൈ റേഞ്ചിൽ ആ രൂപവും ഇതൊക്കെ വരുമ്പോൾ ഇനി പോയി ആരോടും ചോദിക്കാനോ വെച്ചിട്ടുണ്ടെന്നല്ലേ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി ആരോട് പറയൂ. ആരും മാരീഡ്? No, sir. Definitely you will go out and say ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ. Well performed. God bless you. Thank you, Johnson Master. So, Sanjay, out of 30, Master? ഈ 2-3 ടെക്നിക്കൽ ഐ എം ജസ്റ്റ് ബിഹൈൻഡ് ഉണ്ണി. ഐ ഗിവ് ഹിം 23. 23. So, it is 24 plus 23, which is 47. Okay? Ineem song presentation, out of 10? ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് 6 മാർക്സ്. 6 out of 10. So, it is 53. 53 ആണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഓക്കെ സഞ്ജയ്, ഇനിയും ഡിസൈഡിംഗ് മാർക്സ് അമൃത മാം. Sanjay, I will give you 22 marks. 22. So it's a total of 75 out of 100. A loud round of applause. 75. He's directly selected to the next round. Sanjay. All the best to you. Congratulations. സഞ്ജയുടെ മനോഹരമായ ഗാനവുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത